കണ്ണൂരിലെ BLO അനീഷ് ജോർജിന്റെ ആത്മഹത്യയിൽ ആളിക്കത്തി പ്രതിഷേധം. 25,000-ഓളം BLOമാർ ജോലി ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കുകയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് NGOയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടന്നു. ജില്ലാ കേന്ദ്രങ്ങളിൽ കളക്ടറേറ്റുകളിലായിരുന്നു പ്രതിഷേധ മാർച്ച്. അതേസമയം അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ തങ്ങൾക്ക് ജോലി സമ്മർദ്ദമുണ്ടെന്ന വെളിപ്പെടുത്തലുമായി കൂടുതൽ BLOമാർ രംഗത്തെത്തി. അടുത്ത ജോലിഭാരമെന്നും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും സമയമില്ല എന്നും വനിതാ BLOമാർ പറയുന്നു. ഒറ്റയ്ക്ക് നടന്നാണ് എനിക്ക് ഇതുവരെ യാതൊരു പരിചയമില്ലാത്ത സ്ഥലത്ത് ഞാൻ നടക്കുന്നത്. രാത്രി 10:30 വന്നത്. രാത്രി 8-9 മണിക്കൊക്കെ നടക്കുമ്പോ പട്ടികളുടെ ശല്യമുണ്ട്. അതുപോലെ ആൾക്കാർ നമ്മളെ വേറൊരു രീതിയിലാണ് എന്താ ഒറ്റയ്ക്ക് ഈ സമയത്ത് ഒരു പെൺകുട്ടി നടക്കണേന്ന് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. വെളുപ്പിന് പോകുന്നുണ്ട്, ഭക്ഷണ സമയത്ത് കഴിക്കാൻ പറ്റുന്നില്ല, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഒന്ന് യൂറിനേറ്റ് ചെയ്യാനുള്ള സംവിധാനവും ഇല്ല. എത്ര വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും ശരി, എല്ലാവർക്കും മനുഷ്യാവകാശം എന്ന് പറയണതുണ്ട്. ഇത് ഹ്യൂമൻ റൈറ്റ്സിന്റെ വയലേഷൻ ആണ്. നിങ്ങൾ ആരും അടിമകളായിട്ട് വിലക്കെടുത്തേക്കണതല്ല. ഇലക്ഷൻ കമ്മീഷനാണ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് എല്ലാവരും ഫീൽഡിൽ കിടന്ന് ചത്തുപണിയെടുത്തിട്ട് മരണപ്പെടുന്ന എവിടെയെങ്കിലും ഉണ്ടോ? ദർ ഇസ് നോ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ കമ്മീഷൻ ആൻഡ് ദ BLO. അത് ആദ്യം മനസ്സിലാക്കണം. സസ്പെൻഷൻ, അച്ചടക്ക നടപടി, ഇങ്ങനെയൊന്നും പേടിപ്പിക്കേണ്ട ഒരാവശ്യമില്ല. ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ അടിത്തറ നല്ലൊരു സംശുദ്ധ വോട്ടർ പട്ടികയാണെന്നാണ് കമ്മീഷൻ പറഞ്ഞേക്കുന്നത്. അതിന് ഞങ്ങൾ ബലിയാടാവേണ്ട ആവശ്യമില്ല. എന്നെ അപ്പോയിന്റ് ചെയ്ത സമയത്ത് SIR ഉണ്ടെന്നും 24 hours വർക്ക് ചെയ്യണമെന്നും ഒരു എഗ്രിമെന്റിലും എന്നോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂ എന്ത് ഡിസിപ്ലിനറി ആക്ഷൻ ആണെങ്കിലും ഐ ആം റെഡി ടു ഫേസ്. ഐ ആം ഷുവർ ദാറ്റ് ആൻഡ് ഫോർ ഓൾ സൂപ്പർവൈസറി. ഈ നിമിഷം വരെ ഒറ്റ സൂപ്പർവൈസറി ഞങ്ങളെ സഹായിച്ചിട്ടില്ല. ഈ പരിപാടികൾ പൊളിയെന്ന് മനസ്സിലായപ്പോഴാണ് ഒന്നും ചെയ്യേണ്ട, എങ്ങനെയെങ്കിലും വിറ്റഴിച്ചാൽ മതി. വനിതാ BLOയുടെ ശക്തമായ പ്രതികരണമാണ് കണ്ടത്. അർജുൻ കല്യാണിന്റെ വിവരങ്ങളുമായി. അർജുൻ, സംസ്ഥാന വ്യാപക പ്രതിഷേധമാണ്. BLOമാർ തെരുവിലാണ്. BLOമാർക്ക് പിന്തുണയുമായി കോൺഗ്രസും CPM ഒക്കെ രംഗത്തുണ്ട്. പ്രതിഷേധ പരിപാടികളുടെ വിശദാംശങ്ങൾ എന്താണ്? ഒപ്പം കൂടുതൽ BLOമാർ പ്രതികരണവുമായി രംഗത്ത് വരികയാണ്. തീർച്ചയായിട്ടും ഏതൊക്കെ തരത്തിലുള്ള അച്ചടക്ക നടപടികൾ ഉണ്ടായിക്കഴിഞ്ഞാലും അതൊന്നും തങ്ങൾക്ക് പ്രശ്നമല്ല. കാരണം ഈ പ്രശ്നം വളരെ ഗൗരവമുള്ളതാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ശക്തമായ ഭാഷയിലാണ് ഈ പ്രതിഷേധം നടത്തുന്ന BLOമാർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്ത് എല്ലാ കളക്ടറേറ്റുകളിലേക്കും ഇന്നിപ്പോൾ ഇടത് അധ്യാപക സർവീസ് സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം നടക്കുകയാണ്. അതുപോലെ തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിലും സമരങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് നടക്കുന്നത്. അതിൽ സർവീസ് സംഘടനകളുണ്ട്, അധ്യാപക സംഘടനകളുണ്ട്. അങ്ങനെ എല്ലാ സർവീസ് അധ്യാപക സംഘടനകളും ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി ഇതിനകം തന്നെ രംഗത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സംസ്ഥാന വ്യാപക തലത്തിൽ തന്നെയുള്ള പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായിട്ടുള്ള പരാതികൾ എല്ലാ സംഘടനകളും അവരുടേതായ രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംയുക്ത സമരസമിതി എന്ന രീതിയിൽ ഉൾപ്പെടെ പരാതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായിട്ടുള്ള ആവശ്യം. കഴിഞ്ഞ ദിവസം പോലും ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ച സമയത്തും CPIM-ന്റെയും അതുപോലെ തന്നെ LDF-ന്റെ ഭാഗമായി നിൽക്കുന്നവരുടെയും UDF-ന്റെ ഭാഗമായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളെല്ലാം തന്നെ ശക്തമായി പ്രതികരിക്കുകയും ആശങ്ക അറിയിക്കുകയും ചെയ്തിരുന്നതാണ്.